മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. എന്റെ രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഇവര് രണ്ടുപേരും നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും തെറ്റിദ്ധാരണ കൊണ്ടും ഇവരകന്നൂന്നറിഞ്ഞ് ഏറ്റവും കൂടുതൽ വിഷമിച്ചവരിൽ ഒരാൾ ഞാനും കൂടിയാ. എന്റെ സാന്നിധ്യത്തിൽ ഇവരിങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് കാണുമ്പോ സന്തോഷമുണ്ട്. ഐക്യത്തിന്റെ ആവശ്യം എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നവരാ ഇവര് രണ്ടാളും. ഭിന്നിച്ചു നിന്ന പാർട്ടിക്ക് വരുന്ന ദോഷങ്ങളെക്കുറിച്ച് പ്രവർത്തകരെ ഇവരെപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അകന്നു മാറുന്നവരെ തിരികെ പാർട്ടിയിൽ കൊണ്ടുവരാൻ മുന്നിൽ നിന്നവര് ഇവരാ. നിങ്ങൾ അന്ന് പറഞ്ഞതും പ്രവർത്തിച്ചതും ആത്മാർത്ഥതയോടെയാണെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇപ്പം നിങ്ങളുടെ ഇടയിൽ ഒരു കണ്ണിയാവാൻ തീരുമാനിച്ചത്. ഒരേയൊരു മകളുടെ മരണം ബലരാമൻ സാറിനെ വല്ലാതെ തളർത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പിന്നീട് സംഭവിച്ചതെല്ലാം ഞാൻ അറിഞ്ഞു. സാറിനെയും ഭാര്യയും കാണാൻ വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്തോ വേദനകളിൽ നിന്ന് മാറി നിൽക്കാനാ കുറെ കാലം കൊണ്ട് ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയ തിരക്കുകൾക്കിടയിലും ഇങ്ങനെ സമയം കണ്ടെത്തിയത് മിനിസ്റ്ററുടെ മനസ്സിന്റെ നന്മയല്ലേ? എന്തായാലും സിദ്ധുവിനെയും കൂട്ടി ഇങ്ങോട്ട് വന്നതില് തീർത്താ തീരാത്ത നന്ദിയുണ്ട്. ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. മേരി തോമസിന് സുഖമാണല്ലോ അല്ലേ? ഇരിക്കുന്ന സ്ഥാനത്തിന്റെ കുറച്ച് തിരക്കുകളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ പഴയ പോലെ സുഹൃത്തുക്കളാവണമെന്ന. നിങ്ങൾ പരസ്പരം ഒന്ന് സംസാരിക്കേ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ സിദ്ധു? ഒരു മിനിറ്റ്. മോളെ, അച്ഛൻ എവിടെയാ? തനുജയെ വീട്ടിലെത്തിച്ചോ? എന്തായി അച്ഛാ കാര്യങ്ങള്? അവള് വീണ്ടും വഴക്കുണ്ടാക്കിയോ? അതിക്രമം എന്തെങ്കിലും കാണിച്ചോ? അച്ഛൻ ഇപ്പൊ എവിടെയാ? ഞാൻ വിളിക്കാം. ഞാനിപ്പോ ബലരാമന്റെ വീട്ടിലാ ഉള്ളത്. എവിടെയാണെന്നാ പറഞ്ഞേ? ബലരാമന്റെ വീട്ടിലാ. എന്താ അച്ഛാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല മോളെ, പ്രശ്നങ്ങളൊക്കെ തീരാൻ പോവാണെന്ന് തോന്നുന്നു. മോള് വെച്ചോ, ഞാൻ വിളിക്കാം. അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ. അച്ഛൻ ബലരാമനങ്ങളുടെ വീട്ടില് ഏത് സാഹചര്യത്തിലാ എത്തിയെന്ന് എനിക്കറിയില്ല. എന്തായാലും അച്ഛാ, ഇന്നത്തോടെ തനൂജയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവസാനിക്കണം. ബലരാമൻ അങ്കിളിനോട് എല്ലാം തുറന്നു പറയണം. ഒന്നും ബാക്കി വെക്കാതെ പറയണം. അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞു, കുടുംബത്തെ രക്ഷിക്കാൻ അച്ഛൻ എന്തും ചെയ്യുമെന്ന്. ഇന്നത്തോടെല്ലാം തുറന്നു പറഞ്ഞ് ഈ കുടുംബത്തെ രക്ഷിക്കണം അച്ഛാ. ദൈവമായിട്ടായിരിക്കും ബലരാമനങ്ങളെ കാണാൻ അവസരം ഉണ്ടാക്കിയത്. ഒക്കെ തുറന്നു പറയണം. ബലരാമനങ്ങളാണ് തനുജയുടെ അച്ഛനെന്ന് പറയണം. അത് കഴിഞ്ഞാ തിരികെ വന്ന അമ്മയോടും എല്ലാം പറയണം അച്ഛാ. എന്തായാലും കാര്യങ്ങൾ ഇത്രയായില്ലേ, ഇനിയും
അമ്മയെ വിഷമിപ്പിക്കണ്ട. എല്ലാം അമ്മ അറിയട്ടെ. ഇന്ന് രാത്രി ചന്ദ്രൂത്ത് എല്ലാരും സമാധാനമായിട്ട് ഉറങ്ങണം. ഗിരീഷേട്ടനും രചന ചേച്ചിയും ഒക്കെ സന്തോഷിക്കണം. ഒക്കെ ഇന്നത്തോടെ അവസാനിപ്പിക്കണം. ഞാൻ സംസാരിക്കാം മോളെ. സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കും. ഇപ്പൊ എനിക്കത്രേ പറയാൻ പറ്റൂ. ശരി അച്ഛാ, ഞാൻ അച്ഛനെ വിഷമിപ്പിക്കുന്നില്ല. അച്ഛൻ ബുദ്ധിപൂർവം ചെയ്യ. ശരി. ശരി. സിദ്ധുവിനെ കാണുന്നില്ലല്ലോ. തനൂജ ഇനി പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കോ സിദ്ധു കൊണ്ടുപോയത്? സിദ്ധു നിന്നെ വിളിക്കോ മറ്റോ ചെയ്തോ? തനൂജയുടെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ? അച്ഛനെ ഞാൻ വിളിച്ചിരുന്നു. വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. തനൂജ അവളുടെ വീട്ടിലെത്തിച്ചിട്ടുണ്ടാവുന്നാ തോന്നുന്നേ. അമ്മേ, ഞാൻ അവളുടെ വീട്ടിലേക്കൊന്ന് പോവാ. ഇന്നത്തോടെ എല്ലാം അവസാനിക്കണം. ഇനി അവള് നമ്മുടെ ജീവിതത്തിൽ കയറിയ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. നന്ദു, എന്റെ ഒരു തോന്നൽ പറയട്ടെ. തോന്നലാണ്. ഇന്നുകൊണ്ട് എല്ലാ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിക്കും. അതെന്താ അങ്ങനെ ഒരു തോന്നല്? തീരുന്നെങ്കിൽ ഇന്നുകൊണ്ട് എല്ലാം കഴിയും. ഒരു വലിയ തലവേദന മാറിക്കിട്ടും. അങ്ങനെ എന്റെ മനസ്സ് പറയുന്നു. നിന്റെ മനസ്സ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സിദ്ധു അല്ലേ വിചാരിക്കേണ്ടത്? ഇവിടുന്ന് അവളെയും വിളിച്ചുകൊണ്ട് പോയ ആള് തന്നെ പറയട്ടെ എന്താ സംഭവിക്കുന്നതെന്ന്. എവിടാണെന്ന് പോലും അറിയില്ല. അച്ഛൻ ബലരാമനങ്ങളുടെ വീട്ടിലാ. ഞാൻ വിളിച്ചപ്പോ അച്ഛൻ അവിടെയാണെന്നാ പറഞ്ഞേ. എന്തിനാ ബലരാമൻ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയത്? സിദ്ധു നമ്മളെ നാണം കെടുത്തുകയാണല്ലോ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാ അവിടേക്ക് പോയത്? നമ്മളെ ഇന്നത്തെ ഈ ഗതികെട്ട അവസ്ഥയിലാക്കിയത് ബലരാമൻ ഞങ്ങൾ ഒറ്റൊരാളാ. ജീവിതത്തിൽ ഒരിക്കലും അച്ഛൻ അയാളുടെ മുഖത്ത് പോലും നോക്കില്ലെന്നാ ഞാൻ കരുതിയത്. എന്നിട്ടിപ്പോ അങ്ങോട്ട് പോയിരിക്കുന്നു. നന്ദു, ബഹളം വെക്കണ്ട. എനിക്ക് തോന്നുന്നത് അച്ഛൻ ബലരാമനങ്ങളെ കാണുന്നത് ഒരു നല്ല സൂചനയാണെന്നാ. എന്ത് നല്ല സൂചന? തനൂജയുടെ കാര്യത്തിൽ നിന്ന് തലയൂരാൻ ഇനി അയാളുടെ സഹായം ചോദിക്കായിരിക്കും. ബലരാമൻ ഞങ്ങളുടെ സഹായം കൊണ്ട് മുഖം രക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതാ. നന്ദു, വരട്ടെ, നമുക്ക് ക്ഷമിച്ചിരിക്കാം. എന്തായാലും ഇനി മുതൽ അച്ഛനൊന്നും ഒളിച്ചു വെക്കില്ല. പറയാനുള്ളത് നമ്മളോട് പറയും. അതെനിക്ക് ഉറപ്പാ. അമ്മ, എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. അവള് പറഞ്ഞല്ലോ, നമുക്ക് നോക്കാം. സർ, ചായ കുടിക്കണം. കേട്ട ചന്ദ്രമതി, ഇവരുടെ സൗഹൃദം പോലെ ബലമുള്ള വേറൊരു ബന്ധം ഞാൻ വേറെ കണ്ടിട്ടില്ല. മുൻപ് ചില സമ്മേളനങ്ങളിൽ ബലരാമൻ സാറിന് വരാൻ പറ്റില്ല, ഡൽഹിയിലായിരിക്കും. അന്ന് സിദ്ധാർത്ഥൻ സാറായിരിക്കും സമ്മേളനത്തിന്റെ ഓൾ ഇൻ ഓൾ. ബലരാമൻ സാർ എന്തൊക്കെയാണോ പറയാനിരുന്നത് അതൊക്കെയാവും സിദ്ധാർത്ഥ് സാറ് പറയുന്നത്.
അതുപോലെ തിരിച്ചു. രാഷ്ട്രീയത്തിൽ എന്നെപ്പോലെ ഇവരെ മനസ്സിലാക്കിയ ഒരാൾ ചിലപ്പോ വേറെ കാണില്ല. അതുകൊണ്ട് സിദ്ധാർത്ഥ് സാറിനെ നിർബന്ധിച്ച് ഞാനിങ്ങോട്ട് കൊണ്ടുവന്നത്. മനസ്സ് തുറന്ന് സംസാരിച്ച തീരാത്ത എന്ത് പ്രശ്നമാണ് ലോകത്തുള്ളത്? സത്യം മിനിസ്റ്റർ പറയുന്നത്. അകന്നു നിൽക്കുമ്പോഴാ തെറ്റിദ്ധാരണകൾ വരുന്നത്, സംശയങ്ങൾ വന്ന് നിറയുന്നത്. ആരുടെ തെറ്റുകാരനോ ഇവരുടെ ഇടയിൽ അകൽച്ച വന്നേന്നറിയില്ല. ആരുടെ കുറ്റം കൊണ്ടാണെങ്കിലും ശരി, നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. അവരെങ്ങനെ കൈവിട്ട് കളയാൻ പാടില്ല. മിനിസ്റ്റർ, തെറ്റ് ചെയ്തത് ബാലുവാ. ഞങ്ങളുടെ ജീവിതത്തോട് അത്രയും ചേർന്ന് നിന്നവരെ ഇത്രയും തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു. ചില സമയങ്ങളില് നമ്മൾ ശരിയും തെറ്റും ചിന്തിക്കുന്നില്ലല്ലോ. മനസ്സിൽ ചിലതൊക്കെ സങ്കല്പിച്ച് കൂട്ടും, ഒരാളെ ശത്രുസ്ഥാനത്ത് നിർത്തും. അങ്ങനെ സംഭവിച്ചതാ. അതിന്റെ പേരില് ക്ഷമ ചോദിക്കാൻ 100 വട്ടം തയ്യാറായതാ ഞങ്ങള്. ചില തെറ്റുകൾക്ക് ക്ഷമ ഒരു പരിഹാരം ആവില്ല അല്ലേ സർ? ഇവരുടെ കാര്യത്തിൽ ക്ഷമയ്ക്കപ്പുറം ഹൃദയം തുറന്ന് 2 വാക്ക് സംസാരിച്ചാൽ മാത്രം മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൂടി ചേർന്ന് നിൽക്കുന്നതിന്റെ ശക്തിയും മഹത്വവും പഠിപ്പിച്ച 2 പേരാ. ഇവർക്കറിയാം എങ്ങനെയെല്ലാമാണ് പരിഹരിക്കേണ്ടത്, ഒരുമിക്കേണ്ടത് എന്നൊക്കെ. ഒരു മധ്യസ്ഥനും ഇല്ലാതെ തന്നെ ഇവർക്ക് മറ്റൊരാളെ മനസ്സിലാക്കാൻ പറ്റും. ഒരു കാര്യം ചെയ്യാൻ ചന്ദ്രമതി, നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. ഇവര് സംസാരിക്കട്ടെ. മിനിസ്റ്റർ, അങ്ങോട്ടിരിക്കാം. ഏയ് വേണ്ട, ഇത്ര നേരം അവിടെ ഇരിക്കായിരുന്നല്ലോ. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതല്ലേ? ഞാൻ ചന്ദ്രമതി ഇങ്ങനെ നോക്കായിരുന്നു. വലിയൊരു ദുഃഖത്തിന്റെ നടുവിലും മനസ്സ് കൈവിടാതെ കഴിയുന്നു. ബലരാമൻ സാറിന്റെ ഭാര്യയെക്കുറിച്ച് കുറച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സാറിനൊപ്പം നിഴല് പോലെ കൂടെയുണ്ടാകും. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്ന ദമ്പതികളാ. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സ്നേഹമാ. അങ്ങനെയൊക്കെ ഞങ്ങൾ പാർട്ടിക്കാരുടെ ഇടയിലെ സംസാരം. ബാലു എന്റെ എല്ലാം. നമ്മള് മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലൊരു ഭർത്താവിനെ കിട്ടുക അതൊരു വെറും ഭാഗ്യമല്ല, മഹാഭാഗ്യ. അങ്ങനെ നോക്കുമ്പോ ഞാൻ ഭാഗ്യവതിയാ. ഞാനല്ലാതെ മറ്റൊരാൾക്കും ബാലുവിന്റെ മനസ്സിൽ ഇടമില്ല. അയ്യോ സോറി, ഒരു മിനിസ്റ്ററോട് സംസാരിക്കാന്ന് ഓർക്കാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. എന്റെയും ബാലുവിന്റെയും ബന്ധത്തെക്കുറിച്ച് ഒരു മന്ത്രിയുടെ നാവിന്ന് നല്ല വാക്ക് കേട്ടപ്പോ അറിയാതെ പറഞ്ഞുപോയതാ. ഈ ദാമ്പത്യം ഇങ്ങനെ സന്തോഷത്തോടെ തുടരണം. എന്തായാലും ഈ ജീവിതത്തിൽ കൂടുതൽ സന്തോഷമുള്ള ദിവസം എനിക്കിന്ന്. ഈ ദിവസം നീ എൻ്റെ പഴയ സിദ്ധുവായിട്ട് വീണ്ടും ഈ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ബലരാമന്റെ വീട്ടിൽ വന്നത് ശരി തന്നെ, പക്ഷേ എത്രത്തോളം പഴയ സിദ്ധുവായിട്ടുണ്ടെന്ന് അറിയില്ല. എപ്പോ വേണമെങ്കിലും ഈ സിദ്ധുവിന്റെ സ്വഭാവത്തിൽ മാറ്റം വരാം. ഇല്ല,
എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞ് നീ നീട്ടിക്കൊണ്ടുപോയാലും എന്നെ സംബന്ധിച്ച് എനിക്ക് നിന്നെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞു. മീരമോള് നഷ്ടപ്പെട്ടപ്പോ എന്റെ മനസ്സ് പെട്ടെന്ന് കൈവിട്ടു പോയടാ. പ്ലീസ്, അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ മറക്കാൻ ശ്രമിക്കുക. അത് വിട്ടേക്ക്. ഈ വീട്ടിൽ ഒരുപാട് നേതാക്കന്മാര് വന്നിട്ടുണ്ട്, മുഖ്യമന്ത്രിയും വന്നിട്ടുണ്ട്. പക്ഷേ ഇത്ര അടുപ്പം തോന്നുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ആദ്യമായിട്ടാ വരുന്നേ. കുറച്ച് സമയം കൊണ്ട് തന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ പോലെ ആയി മിനിസ്റ്റർ. നമ്മൾ നേരത്തെ തന്നെ പരിചയപ്പെടേണ്ടതായിരുന്നു. മീരമോള് മരിച്ചപ്പോ വരണമെന്ന് കരുതിയതാ. പക്ഷേ മരണങ്ങൾ നടന്ന വീട് എന്തോ എനിക്ക് പേടി അങ്ങോട്ട് കയറിച്ചെല്ലാൻ. മരണപ്പെട്ട വീടുകളിൽ കയറി ചെല്ലുന്നതും വീട്ടുകാരെ ആശ്വസിപ്പിക്കുന്നതും എനിക്ക് വലിയ പ്രയാസമുള്ള കാര്യ. പ്രത്യേകിച്ച് മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരെ. എന്റെ മീരമോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ മിനിസ്റ്റർ സ്വീകരിക്കാനും സൽക്കരിക്കാനും ഒക്കെ അവളും ഉണ്ടാവുമായിരുന്നു. ഞങ്ങൾക്കിങ്ങനെ വിധി കിടക്കുന്നു, അല്ലതെന്ത് പറയാന്? റോട്ടിൽ വെച്ച് നീ എന്നോട് പെരുമാറിയതാ സത്യത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ചെയ്തു കൂട്ടിയതിന് നീ ഒരു അടിയെങ്കിലും എനിക്ക് തരട്ടെ എന്ന് ഞാൻ കരുതിയതാ. നീ എന്നെ പിടിച്ചു തള്ളിയപ്പോ സത്യത്തിൽ എനിക്ക് സന്തോഷമായുള്ളൂ. നിനക്കൊരു സമാധാനം കിട്ടിക്കാണല്ലേ? അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തു, അതിൽ മറ്റൊന്നും കണക്ട് ചെയ്ത് ഞാൻ ആലോചിക്കുന്നില്ല ബലരാമ. അതങ്ങ് വിട്ടേക്ക് ബലരാമ. നീ ഇങ്ങനെ ബലരാമ ബലരാമ എന്ന് വിളിക്കാതെ എടാ പോടാന്നൊക്കെ വിളി സംസാരിക്കേ. അത്രയും സ്വാതന്ത്ര്യം വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിന്റെ മനസ്സിൽ ഇപ്പോഴും സംശയമാണല്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. അല്ല, നീ എന്നെ സംശയിക്കുന്നുണ്ട്. മീര നഷ്ടപ്പെട്ടപ്പോ പല രീതിയിൽ ഞാൻ നിന്നെ ദ്രോഹിച്ചു. ബിസിനസ്സിൽ നിന്ന് നിന്നെ പുറത്താക്കാൻ ശ്രമിച്ചു. നിന്റെ കാറ്, പ്രഭയുടെ ജോലി എല്ലാം ഞാനടാ ചെയ്തേ. അതുപോലെ തനുജ എന്ന പെൺകുട്ടിയെ ഞാൻ അയച്ചതാണ് നിന്റെ ജീവിതത്തിലേക്കെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടാവല്ലേ? ഇല്ല. തീർച്ചയായും. തീർച്ച. എനിക്ക് വിശ്വസിക്കാലോ അല്ലേ? 100% വിശ്വസിക്കാം. പ്രഭയ, ഹലോ പ്രഭ. സിദ്ധു എവിടെയാ? ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊന്ന് പുറത്തു പോകുമ്പോൾ താൻ എന്നെ ഒന്ന് വിളിച്ചന്വേഷിച്ചത്. മുൻപൊക്കെ അന്വേഷിച്ചിരുന്നത് സിദ്ധുവിനോടുള്ള കരുതൽ കൊണ്ടാ. പക്ഷെ ഇപ്പൊ ഉള്ളിലെ പേടി കൊണ്ടാ. എന്തിനു പേടിക്കണം പ്രഭ? എന്തിനു പേടിക്കണമെന്നോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പറഞ്ഞോ പ്രഭ. ഞാൻ എന്റെ 2ാം കെട്ടിലെ ഭാര്യയെ കാണാൻ പോയെന്നാണോ തന്റെ സംശയം? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. സിദ്ധു എവിടെയാണെന്ന് എനിക്ക് അറിയണമെന്നുണ്ട്. സിദ്ധു എന്താ മറുപടി പറയാത്തത്? സിദ്ധു എവിടെയാ? തനൂജയുടെ അമ്മ അടുത്തുണ്ടോ? തനൂജയുടെ അമ്മ അടുത്തില്ല, അച്ഛനുണ്ട്. അതെ, ഞാൻ തനുജയുടെ അച്ഛന്റെ വീട്ടിലാ ഇപ്പോ ഉള്ളത്. എന്താ സിദ്ധു ഈ പറയുന്നേ? ആരാ തനൂജയുടെ അച്ഛൻ? ആളെ താൻ അറിയും. ബലരാമൻ. എന്റെ മകളാണെന്ന് നിങ്ങൾ കരുതുന്ന തനുജയുടെ അച്ഛൻ ബലരാമനാ. സത്യമാണോ സിദ്ധു?
ഈശ്വര, എന്തൊക്കെ ഇത്? അതെ പ്രഭ, സത്യം. ഞാൻ വർഷങ്ങളായി എല്ലാവരിൽ നിന്നും മറച്ചുവെച്ച സത്യം. താലി കെട്ടിയ തന്നോട് പോലും ഞാനിത് പറയാതിരുന്നത് തന്റെ മനസ്സിലും ബലരാമനൊരു കളവുണ്ടാവാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ടാ. ഇനി ഞാൻ മരണപ്പെട്ടാലും ഈ രഹസ്യം ആരോടും പറയരുതെന്നാ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്ന് വിധിയൊരുക്കിയൊരു ദിവസം പോലെ തോന്നുന്നു. തന്നോട് എനിക്ക് പറയണമെന്ന് തോന്നി. ബലരാമൻ എന്തു പറയുന്നു? ഈ സംഭവമൊക്കെ നടക്കുമ്പോ ബലരാമൻ ഒന്നും തന്നെ പറയാതിരുന്നത് എന്താ? ഒക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ബലരാമൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്തൊക്കെയാ സിദ്ധു ഈ പറയുന്നേ? ഒന്നാമത് മീരമോള് മരിച്ചതിന്റെ ദുഃഖം, അതിന്റെ കൂടെ മറ്റൊരു തകർച്ച കൂടി വരാൻ പാടില്ല. ലോകം എന്നെ തെറ്റിദ്ധരിച്ചോട്ടെ, പക്ഷേ അവനൊരു വിഷമം കൊടുക്കാൻ വയ്യ. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.